മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ RSS മേധാവി മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന പരിപാടിയെ പിന്തുണയ്ക്കുന്നില്ലെന്ന് ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹറാൻ മംദാനി. അതേസമയം സ്വകാര്യമായി സംഘടിപ്പിക്കുന്ന ഈ പരിപാടി തടയാൻ നഗരഭരണകൂടത്തിന് നിയമപരമായി അധികാരമുണ്ടോ എന്ന് സംശയമാണെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 29-നാണ് ന്യൂയോർക്കിലെ ഈ വേദിയിൽ വെച്ച് പ്രവാസി ഇന്ത്യക്കാരായ 5000-ഓളം ആളുകളെ ഭാഗവത് അഭിസംബോധന ചെയ്യുന്നത്. ഏതായാലും വലിയ എതിർപ്പ് മംദാനിയുടെ ഭാഗത്തുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, മംദാനിയുടെ നിലപാടുകൾ പലപ്പോഴും വ്യത്യസ്തമാണ്. RSSന്റെ മേധാവി വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അഭിപ്രായം മംദാനിയുടെ ഭാഗത്തുണ്ടാകും, പ്രതീക്ഷിക്കണം. എന്താണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? ഈ പരിപാടിയുടെ പ്രാധാന്യം എന്താണ്? ന്യൂയോർക്ക് സിറ്റിയിൽ RSS മേധാവി മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന പരിപാടിയാണ് ന്യൂയോർക്ക് സിറ്റി മേയർ സുഹ്റാൻ മമദാനിയുടെ പ്രതികരണത്തോടെ പുതിയ വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സുഹ്റാൻ മമദാനി ഈ പരിപാടിയോട് അദ്ദേഹത്തിനുള്ള പ്രതിഷേധം അത് പരസ്യമാക്കി എന്നതാണ് ശ്രദ്ധേയം. ഒരു വാർത്താ സമ്മേളനത്തിൽ സുഹ്റാൻ മമദാനിയോടുള്ള ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ന്യൂയോർക്ക് സിറ്റിയിൽ RSS മേധാവി മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന പരിപാടിയോട് തനിക്ക് എതിർപ്പുണ്ട് എന്ന് അദ്ദേഹം പരസ്യമാക്കുന്നു. എന്നാൽ സ്വകാര്യ പരിപാടി ആയതിനാൽ അത് തടയാനുള്ള നിയമപരമായ അധികാരം അത് നഗര ഭരണത്തിന് ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഓഗസ്റ്റ് 29-ന് മാഡിസൺ സ്ക്വയർ ഗാർഡനിലാണ് ഈ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ സ്വയംസേവക് സംഘിൻ്റെ ശതാബ്ദി വർഷത്തെ ആഗോള സമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് വസുദൈവ കുടുംബകം എന്ന സന്ദേശം നൽകുന്ന യൂണിവേഴ്സൽ ഒണ്ണസ് എന്ന ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. 5000-ഓളം പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ന്യൂയോർക്ക് സിറ്റി മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് സുഹ്റാൻ മംദാനി. ആ അർത്ഥത്തിൽ കൂടി ഈ എതിർപ്പ് ശ്രദ്ധേയമാകുന്നു. മറ്റൊന്ന്, ഇന്ത്യൻ വംശജനായ തനിക്ക് അറിയുന്ന ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നതും RSSനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാണ് എന്നതാണ് ശ്രദ്ധേയം. ബഹുസ്വരതയിലെയും മതേതരത്വത്തിലും അധിഷ്ഠിതമായ ഏവർക്കും തുല്യ അവകാശമുള്ള ഇന്ത്യയെക്കുറിച്ചാണ് താൻ കണ്ടും കേട്ടും വളർന്നത് എന്നാണ് മംദാനിയുടെ പ്രതികരണം. ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ഉൾക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രങ്ങളുടെ വളർച്ച ആശങ്കാജനകമാണെന്നും മംദാനി പറഞ്ഞു വയ്ക്കുന്നു. ഇത്തരം വിഭജന കാഴ്ചപ്പാടുകളോട് തനിക്ക് വ്യക്തിപരമായും വിയോജിപ്പുണ്ട്, മേയർ എന്ന നിലയിലും വിയോജിപ്പുണ്ട്. അതിനോട് കടുത്ത എതിർപ്പാണ് ഉള്ളത് എന്നും പരസ്യമാക്കിയിരിക്കുന്നു. എന്തായാലും പരിപാടി റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് പല കോണുകളിൽ നിന്നും അവിടെ പ്രതിഷേധം ഉയർന്നിരുന്നു. ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ, ഇന്റർഫെയ്ത്ത് സെന്റർ ഫോർ ന്യൂയോർക്ക്, ഇത്തരത്തിൽ വിവിധ സംഘടനകളാണ് ന്യൂയോർക്ക് സിറ്റിയിൽ ഈ പരിപാടിക്കെതിരെ ന്യൂയോർക്ക് സിറ്റി ഹാളിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തിയിരുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രതികരണം നമ്മൾ കാണാൻ. എന്തായാലും ഓഗസ്റ്റ് 29-നാണ് പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. മോഹൻ ഭാഗവത് ന്യൂയോർക്കിലെത്തി. ജോൺ എഫ് കെന്നഡി വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് എഹഡ് അംഗങ്ങൾ സ്വീകരണം നൽകി. പരമ്പരാഗത രീതിയിലാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. എന്തായാലും RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി അമേരിക്കയ്ക്ക് പുറമെ കാനഡയിലും UK അടക്കമുള്ള രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ലെഗ് എന്ന നിലയിലാണ് ന്യൂയോർക്കിൽ എത്തിയത്. ന്യൂയോർക്കിൽ അപ്രതീക്ഷിതമായാണ് സുഹ്റാൻ മംദാനിയുടെ പ്രതികരണത്തിലൂടെ ഈ പരിപാടി വിവാദമായിരിക്കുന്നതും. രഞ്ജിത്ത്, കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.